ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാൻ അവരെ കൊണ്ടാവില്ല. ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. എടി നീ വളച്ചു കെട്ടാതെ കാര്യം പറ ദിവ്യേ. അങ്കിള് തിരുവനന്തപുരത്ത് പോയ നിലയ്ക്ക് ഇപ്പൊ നമ്മൾ രണ്ടുപേരും സുമേഷും അഖിലയും ആകാശും മാത്രമേ ഇവിടെയുള്ളൂ. അഖിലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കാൻ ആകാശ് ചാടിയിറങ്ങും. പക്ഷേ ആകാശിനെ കൂടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയാലോ? അഖില ഒറ്റയ്ക്കാവും. നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ എന്തും ചെയ്യാന്ന്. ദേഹോപദ്രവം ഒഴികെ ബാക്കി എന്തും. പണിയടിപ്പിക്കാം, പട്ടിണിക്കിടാം, വഴക്ക് പറയാം, അവളെ മാനസികമായി തകർക്കാവുന്ന എന്തും ചെയ്യാം. എന്നിട്ട് സഹിയിടുമ്പോ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പഞ്ചരത്നത്തിലേക്ക് പോവാനും പറ്റില്ല. ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടി വരും. ആ സമയം നോക്കി നമുക്ക് വിലപേശാം. ആ സ്വർണം തന്നാ അഖില ഇവിടെ താമസിപ്പിക്കാന്ന് നമ്മൾ പറയണം. സമ്മതിക്കല്ലാതെ ചന്ദ്രൻ അങ്കിളിനോ അനഘയ്ക്കോ ഒരു വഴിയുമില്ല. അമൃതയാണെങ്കിലോ ഒളിവിലുമാണ്. പക്ഷേ ആകാശിനെ എങ്ങനെ ഇവിടുന്ന് മാറ്റും? ഇത്രയും ബുദ്ധി ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി ആന്റി ഒന്ന് ആലോചിക്കാം. എന്തെങ്കിലും വഴിക്ക് ആകാശിനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ബാക്കി എനിക്ക് വിട്ടേക്ക്. അഖിലെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും ഞാൻ.